അപ്പോൾ വാഹനത്തിന് വേറൊരു വെറൈറ്റി ഫീച്ചർ കാണിക്കാൻ പോവാണ്. അപ്പോൾ നന്നായിട്ട് കാല് കൊടുക്കുകയാണ്, വണ്ടി കാല് കൊടുക്കുന്നതനുസരിച്ച്. നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗ്യാരേജ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരു കറുമ്പനായൊരു കുറുമ്പനാണ്. അതായത് ബലേനയിൽ തന്നെ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു പേൾ മിഡ് നൈറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞ എഡീഷനാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ പതിവ് പോലെ വാഹനത്തിൻ്റെ മുൻഭാഗം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓൾറെഡി നിരത്തുകളിൽ ഇഷ്ടം പോലെ ബലേന കണ്ട് നമ്മൾ പരിചയമായതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. അതായത് സെക്കൻഡ് ജനറേഷൻ വന്നപ്പോഴത്തേന് അടിമുടി മാറ്റിയാണ് മാരുതി വാഹനം ഇറക്കിയിരിക്കുന്നത്. ഗംഭീരം എന്ന് തന്നെ പറയാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റാണ് വളരെ സ്റ്റൈലായിട്ട് തന്നെ കാണാൻ പറ്റുന്നത്. ഇതിൽ തന്നെ ഒരു പ്രൊജക്ടർ ലാമ്പും അതേപോലെ തന്നെ എൻഡിലായി നമുക്കൊരു ഹാലജൻ്റെ ഇൻഡിക്കേറ്റർ യൂണിറ്റും കാണാം. ഇതിൽ DRL വരുന്നില്ല, കാരണം ഇത് ഡെൽറ്റ വേരിയൻ്റാണ്, സെക്കൻഡ് വേരിയൻ്റാണ്. പിന്നീട് ഹെഡ്ലൈറ്റിൽ തുടങ്ങി നേരെ റൈറ്റ് സൈഡിലേക്ക് നീളുന്ന ഒരു ക്രോം ഫിനിഷ് കാണാം. ഇതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. സെൻട്രലായിട്ട് വളരെ ഒരു വെറൈറ്റി രീതിയിലുള്ളൊരു ഗ്രില്ല് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സെൻട്രലായി നമ്മുടെ സുസുക്കിയുടെ ബാഡ്ജിയും കാണാം. പിന്നീട് വന്നു കഴിഞ്ഞാൽ വളരെ ഭംഗിയേറിയ ഒരു ലിപ്പ് കാണാനായിട്ട് സാധിക്കും. താഴെയായിട്ട് നമുക്ക് എയർ ഡാം വരുന്നുണ്ട്. പിന്നീട് നമുക്ക് ഫോഗ് ലാമ്പ് വരുന്നില്ല, സെക്കൻഡ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ. പക്ഷേ എങ്കിലും ഫ്രണ്ട് ലുക്കിൽ വലിയ മാറ്റങ്ങളൊന്നും ടോപ്പ് വേരിയൻറ്റിൽ നിന്നില്ല. ഭംഗിയാണെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. വളരെ വലിയ ബോണറ്റൊക്കെ വന്നിട്ടുണ്ട്. വണ്ടിയുടെ ഫ്രണ്ട് ലുക്കിൽ നിന്ന് തന്നെ സത്യം പറഞ്ഞാൽ ഒരു ഗംഭീര വലിപ്പമാണ് ഫീൽ ചെയ്യുന്നത്. പിന്നീട് നമുക്ക് ഏറ്റവും പ്രധാനം ഈ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളറാണ് ഇതെന്ന് പറയുന്നത്. ഇതിനു മുമ്പൊക്കെ നമുക്ക് റെഡൊക്കെ ആയിരുന്നു വളരെ ഭംഗിയായിട്ടുള്ളത്. എന്നാൽ ബ്ലാക്ക് വന്നപ്പോൾ അതും ഒട്ടും മോശമല്ല എന്ന് പറയുന്ന രീതിയിലേക്കാണ് വാഹനത്തിൻ്റെ ലുക്ക് വന്നിട്ടുള്ളത്. സൈഡ് ലുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ആദ്യം തന്നെ ഈ ഒരു 15 ഇഞ്ച് വീലുകളാണ്. നമുക്ക് ഈ വാഹനത്തിന് ഈ ഒരു വേരിയൻറ്റിൽ അലോയ് വീൽ വരുന്നില്ല, സ്റ്റീൽ വീലാണ്. മനോഹരമായൊരു വീൽ കപ്പും വരുന്നുണ്ട്. നമുക്കിവിടെ ഒരു ചെറിയ ക്ലാഡിങ് പോലൊരു ഡിസൈനൊക്കെ തന്നെ നമുക്ക് വീൽ ആർച്ചിൻ്റെ അവിടെ വരുന്നുണ്ട്. പിന്നീട് നമ്മുടെ സുസുക്കിയുടെ തനതായ സൈഡ് മീ മിറർ കാണാനായിട്ട് സാധിക്കും. അതിൽ തന്നെയാണ് ഇൻഡിക്കേറ്റർ യൂണിറ്റ് വരുന്നുള്ളത്. നമുക്ക് ഫ്രണ്ടറിലല്ല, ബേസ് വേരിയൻറ്റിൽ ഫ്രണ്ടറിലാണ് വരുന്നത്. പക്ഷേ മിററിലൊന്നും വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നിട്ടില്ല. കാണിച്ചിരിക്കുന്ന റെയിൻ വൈസറൊക്കെ നമുക്ക് എക്സ്ട്രാ ഫിറ്റിങ്സാണ്, ഈ വാഹനത്തിൽ വരുന്നതല്ല. ഇത് നമുക്ക് എക്സ്ട്രാ ചെയ്തതാണ്. അതേപോലെ തന്നെ ഈ ഡോറിൽ കാണുന്ന ഈ ഒരു ക്രോം ഫിനിഷ്, ഈ ഒരു ബീഡിങ്ങും നമുക്ക് എക്സ്ട്രാ ആയിട്ട് ചെയ്തതാണ്. അത് അഡീഷണലായിട്ട് നമ്മൾ അക്സസറീസ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. പിന്നീട് ഏറ്റവും പ്രധാന മാറ്റം വന്നിരിക്കുന്ന വാഹനത്തിൻ്റെ നീളത്തിലും വണ്ണത്തിലും ഒക്കെയാണെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ സ്പേസ് ഇൻറ്റീരിയറിൽ കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് ലെങ്ത്ത് വരുന്ന സമയത്ത് 3990 mm ആണ്. അതായത് ഏകദേശം 13 അടിയോളം നീളമാണ് ഈ വാഹനത്തിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലെഗ് സ്പേസിലൊന്നും ഒരു കോംപ്രമൈസും കമ്പനി ചെയ്തിട്ടില്ല. വളരെ ഭംഗിയാണെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. അതേപോലെ വിഡ്ത്ത് വരുന്ന സമയത്ത് 1745 mm ആണ് വാഹനത്തിൻ്റെ വിഡ്ത്ത് വരുന്നത്. അതും ഭംഗിയായിട്ടുണ്ട് ഈ ഡിസൈന് അത്രയും വിട്ട് വന്നപ്പോൾ എന്ന് പറയാൻ പറ്റും. അതേപോലെ വാഹനത്തിൻ്റെ ഹൈറ്റ് വരുന്നത് 1500 mm ആണ്. പിന്നീടുള്ളത് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം നമ്മുടെ ഇന്ത്യൻ റോഡുകളിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഡ്രൈവിൽ എന്നുള്ള കാര്യം പറയാൻ പറ്റും. 170 mm ആണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പിന്നീട് നമുക്ക് ബി പില്ലറൊക്കെ ഒരു ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് സൈഡിലേക്ക് വരുന്ന സമയത്ത് സി പില്ലർ കഴിയുമ്പോൾ നമുക്കൊരു ക്വാർട്ടർ ഗ്ലാസ് വളരെ ചെറുതായിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ട്. അതും ഭംഗിയായിട്ടുണ്ട്. പിന്നീട് ഒരു ഒഴുകി ഇറങ്ങുന്നൊരു ഡിസൈനാണ് ബാക്കിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ ഫ്യൂൾ ടാങ്കിൻ്റെ ഡോർക്ക് ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട്. പിന്നീട് നമുക്ക് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മളെ ആകർഷിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള ടെയിൽ ലാമ്പാണ്.
ഈ ടെയിൽ ലാമ്പിൽ തന്നെ നമുക്കൊരു 4 ഐസ് ക്യൂബുകൾ പറക്കി വെച്ച പോലുള്ളൊരു ബ്രേക്ക് ലാമ്പും അതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ഇൻഡിക്കേറ്റർ യൂണിറ്റും പുറകെ നമുക്ക് റിവേഴ്സ് ലൈറ്റും കാണാനായിട്ട് സാധിക്കും. തൊട്ട് താഴെയായിട്ട് നമുക്കൊരു 3 സെയിം ഐസ് ക്യൂബ് ടൈപ്പ് ഡിസൈൻ നമുക്ക് താഴെയും വരുന്നുണ്ട്. അത് നമ്മുടെ ടെയിൽ ഗേറ്റിലേക്ക് കയറി വരുന്നൊരു ഡിസൈനായിട്ടാണ് ആ ഒരു ടെയിൽ ലാമ്പ് കണക്റ്റ് അയക്കുന്നത്. തൊട്ട് മുകളിലേക്ക് നമുക്ക് ബലെനോ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നീട് സെൻട്രലായിട്ട് നമുക്ക് സുസുക്കിയുടെ ബാഡ്ജിങ് കാണാം. പിന്നെ ഈ സെക്കൻഡ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ബാക്ക് വൈപ്പർ വരുന്നില്ല. അതേപോലെ തന്നെ ഈ നെക്സ എന്ന് എഴുതിയേക്കുന്ന ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ക്രോം എലമെൻറ്റ് വരുന്നുണ്ട്. അത് നല്ല ഭംഗിയാണ്. അത് നെക്സ്റ്റ് വേരിയൻ്റ് തൊട്ട് വരുന്നുണ്ട്. ഇതിലും നമുക്ക് അസറീസിൽ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അത് ഇല്ലാത്ത എന്തോ ഒരു ശൂന്യത പോലെ തോന്നുന്നുണ്ട്. അതുകൂടെ ഉണ്ടെങ്കിൽ ബാക്ക് നല്ല ഭംഗിയായിരുന്നു. ബാക്ക് വൈപ്പറോട് കൂടെ വരണം. അപ്പം അതിലൊരു റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട്. ഈ വേരിയൻ്റ് അല്ല, നമുക്ക് അസറീസായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വേരിയൻ്റ് തൊട്ട് നമുക്ക് വരുന്നുണ്ട്. പിന്നീട് പക്ഷേ ഡീഫോഗർ വാഹനത്തിന് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സ്പോയിലർ നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ടേ കമ്പനി തരുന്നുണ്ട്. ഷാർഫിൻ ആൻറ്റിന വരുന്നില്ല, നോർമലായിട്ടുള്ളൊരു ആൻറ്റിനയാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് പക്കയാണെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. താഴെ നമുക്ക് ടെയിൽ ഗേറ്റ് കാണാം. റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകൾ നിരത്തി വെച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ തന്നെയാണ് വാഹനത്തിൻ്റെ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന സ്വിച്ച് വരുന്നത്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നേരെ മുകളിലേക്ക് ഓപ്പൺ ആവുന്നു. അപ്പം 318 ലിറ്ററാണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. താഴെയായിട്ട് നമുക്ക് സ്പെയർ വീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് എഞ്ചിന് നോക്കാം. നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയ ലോക്കുണ്ട്, അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ ടെയിൽ ഗേറ്റിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ്, ബോണറ്റ് നല്ല വെയിറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ ബലെനയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ ക്വാളിറ്റി കുറവ് അല്ലെ ബോഡി വെയിറ്റ് കുറവൊക്കെ ഇതിൽ നിന്ന് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. കാരണം നല്ല വെയിറ്റ് ഉണ്ട്. നമുക്ക് ഒരു കൈ കൊണ്ട് ഇത് ഓപ്പൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആണ് ബലെനോയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള കെ സീരീസ് എഞ്ചിൻ. വാഹനം വരുന്ന സമയത്ത് 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ് കമ്പനി നമുക്ക് തരുന്നത്. അതിൽ തന്നെ 113 Nm പവറുള്ളൊരു എഞ്ചിനാണ് പെട്രോളിന് വരുന്നത്. CNG ആകുമ്പോഴത്തേന് അത് 98.5 Nm പവറിലേക്ക് മാറുന്നുണ്ട്. CNG വരുന്ന സമയത്ത് നമുക്ക് 55 ലിറ്ററിൻ്റെയാണ് CNG ടാങ്ക് വരുന്നത്. പെട്രോൾ ആകുമ്പം 37 ലിറ്ററിൻ്റെയാണ് നമുക്ക് ഫ്യൂൾ ടാങ്ക് വരുന്നത്. വാഹനത്തിൻ്റെ മൈലേജിനെ പറ്റി പറയാനാണെങ്കിൽ 22 km/ലിറ്ററാണ് നമുക്ക് മാനുവൽ ട്രാൻസ്മിഷനായിട്ടുള്ള ഈ ഒരു വാഹനം മൈലേജ് വരുന്നത്. അത് ഓട്ടോമാറ്റിക്കിലേക്ക് വരുന്ന സമയത്ത് 22.9 കിലോമീറ്ററിലേക്ക് മാറുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇനിയും മൈലേജ് വേണ്ട ഒരു വാഹനമാണെങ്കിൽ നിങ്ങൾ നേരെ CNGയിലേക്ക് സ്വിച്ച് ചെയ്യുക. CNG ആകുമ്പോൾ നമുക്ക് 30 മൈലേജാണ് ബലെനയിൽ വരുന്നത്. സുസുക്കിയുടെ എഞ്ചിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വർഷങ്ങളായി നിരത്തിലോടി നമുക്ക് വിശ്വാസം തന്നിട്ടുള്ളൊരു എഞ്ചിൻ തന്നെയാണ്. അപ്പോൾ വാഹനത്തിൻ്റെ എഞ്ചിനെ പറ്റിയും മൈലേജിനെ പറ്റി ഒന്നും തന്നെ പറയാനില്ല, ഗംഭീരമാണെന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്യാം. ഈ സൗണ്ട് നിങ്ങളൊന്ന് കേട്ടോ. വെയിറ്റ് കൂടി എന്ന് ഞാൻ പറഞ്ഞാണ്. നിങ്ങൾക്ക് ആ ഡോറൊക്കെ ക്ലോസ് ചെയ്യുമ്പോൾ സൗണ്ട് നിങ്ങളൊന്ന് കേൾപ്പിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചോളാം. ആ പഴയ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സൗണ്ടാണ് ഇപ്പോൾ നമുക്ക് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. റൈറ്റ് സൈഡായിട്ട് ഇവിടെ ഒരു ഫാബ്രിക് പോർഷനൊക്കെ ഉണ്ട്. ഇതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന പല വാഹനത്തിലും ഇത് വരുന്നുണ്ട്. പിന്നീട് 4 പവർ വിൻഡോ സ്വിച്ചുകളും ലോക്ക് അൺലോക്ക് സ്വിച്ചുകളും അതേപോലെ തന്നെ ഇലക്ട്രിക്കലി ഫോൾഡബിൾ ആയിട്ടുള്ള മിററിൻ്റെ സ്വിച്ചുകളും അഡ്ജസ്റ്റബിളിൻ്റെ സ്വിച്ചുകളും ഇവിടെ വന്നിട്ടുണ്ട്. പിന്നീട് സീറ്റിലേക്ക് പറയാനാണെങ്കിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ അല്ല സീറ്റ് വരുന്നത്. പക്ഷേ അത്യാവശ്യം ഹൈറ്റുള്ളൊരു സീറ്റ് തന്നെയാണ് ഡെൽറ്റയിൽ വരുന്നത്. ഇവിടെ നമുക്കൊരു സ്പീക്കറിൻ്റെ ഭാഗം കാണാം. അതേപോലെ ബോട്ടിൽ ഹോൾഡറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കാം. അതായത് ഈ ഒരു കവർ വരുന്നത് നമുക്ക് അസറീസിൽ നമ്മൾ ചെയ്തൊരു കാര്യമാണ് ഈ ഒരു. പക്ഷേ ഇത് വളരെ ഭംഗിയാണ്. ഇത് കോള് കട്ട് അതേപോലുള്ള വോയിസ് കമാൻഡിങ് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ആഡിയോ കൺട്രോളെല്ലാം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടുണ്ട്. സെൻട്രലായിട്ട് നമുക്ക് സുസുക്കിയുടെ ഒരു ബാഡ്ജിങ് കാണാം. ഇവിടെ എയർ ബാഗ് ഒന്ന് ബാഡ്ജ് ചെയ്തിട്ടുണ്ട്. പിന്നീട് വരുന്ന സമയത്ത് നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒരു സ്വിച്ച് കാണാം. പിന്നീട് നമുക്കിവിടെയാണ് നമുക്ക് AC വെൻറ്റ് കാണാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് ബ്രസയിലും അതേപോലെ തന്നെ ഫ്രോങ്സിലും എല്ലാം കണ്ടുവന്ന തനതായ സുസുക്കിയുടെ മീറ്റർ കൺസോളാണ്. 2 സൈഡിലും കാണുന്നത് അനലോഗാണ്. സെൻറ്ററിലാണ് നമുക്ക് ഡിജിറ്റലായിട്ടുള്ളൊരു മീറ്റർ ഭാഗം വരുന്നത്. ഇതിൽ അത്യാവശ്യം
ട്രിപ്പ് AB, അതുപോലെ ഡിസ്റ്റൻസ് ഓഫ് MT എന്നിവയെല്ലാം കാണാനായിട്ട് സാധിക്കും. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു മീറ്റർ കൺസോൾ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. പിന്നീട് നേരെ ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 17.78 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഓഡിയോ സിസ്റ്റം നമുക്ക് വരുന്നുണ്ട്. ഇത് ടച്ച് സ്ക്രീനാണ് വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ, അതേപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി. ഇതിൽ നമുക്ക് മൊത്തം 4 സ്പീക്കറുകളാണ്. അത് 4 ഡോറിലായിട്ടാണ് വാഹനത്തിന് വരുന്നത്. അതായത് സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു ഡീസൻറ്റ് സിസ്റ്റമാണ് തന്നെ ഈ ഒരു വേരിയൻറ്റിൽ പറയാൻ പറ്റും. കാരണം 7,80,000 രൂപയാണ് നമുക്ക് എക്സ്ഷോറൂം വരുന്നത്. അതിപ്പം അത്യാവശ്യം വേണ്ടതെല്ലാം ഇൻറ്റീരിയർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സെൻട്രലായിട്ട് നമുക്ക് 2 AC വെൻറ്റുകൾ വന്നിട്ടുണ്ട്. ഇവിടെ ഹസാർഡിൻ്റെ സ്വിച്ച് കാണാം. ഇതൊരു അടിപൊളി ഫീച്ചറാണ്. അതായത് ഇപ്പം സുസുക്കിയുടെ എല്ലാ വാഹനത്തും ഈ ഒരു ഓട്ടോ AC വളരെ സ്റ്റാൻഡേർഡായിട്ട് വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് എല്ലാ സ്വിച്ചുകളെല്ലാം തന്നെ ഈ സൈഡിലായിട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ടും അതേപോലെ തന്നെ USB പോർട്ടും വരുന്നുണ്ട്. താഴെയായിട്ട് നമുക്കൊരു ഫോണൊക്കെ വെക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. അതേപോലെ തന്നെ മാനുവൽ ഗിയർ ബോക്സ് കാണാം. ഇതിന് തന്നെ നമുക്ക് AGSഉം ലഭ്യമാണ്. ഇതൊക്കെ ഒരു ലെതർ റാപ്പിഡാണ്, വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നീട് വരുന്ന സമയത്ത് നമുക്കൊരു അടിപൊളി ഒരു ഹാൻഡ് ബ്രേക്ക് ലിവറൊക്കെ കാണാനായിട്ട് സാധിക്കും. നേരെ ബാക്കിലായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു മൊബൈലൊക്കെ വെക്കാവുന്നൊരു ഹോൾഡർ കാണാം. ആം റെസ്റ്റ് വരുന്നില്ല. ഒരു 3 കളറുകളിലാണ് വാഹനം വരുന്നത്. അതായത് ഇവിടെ ഒരു ബ്ലാക്ക് വരുന്നുണ്ട്, ഇതൊരു സിൽവറാണ് വരുന്നത്. അത് വളരെ ഭംഗിയായിട്ട് അങ്ങേ അറ്റം വരെ കണക്റ്റായിട്ട് പോകുന്നുണ്ട്. ഇവിടെ ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് വരുന്നത്. താഴെ വീണ്ടും ബ്ലാക്ക് ആണ്. നമുക്ക് ഗ്ലോ ബോക്സ് ഒക്കെ കാണാം. അത്യാവശ്യം തിരക്കേടില്ലാത്ത വലിപ്പമുണ്ട്. പിന്നീട് ആ ഒരു ബ്ലൂ ലൈനിങ് റൗണ്ടിൽ ബാക്കിൽ അറ്റം വരെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പവർ വിൻഡോ സ്വിച്ചുകളും ഇവിടെ ഒരു ഫാബ്രിക് ഭാഗവും ഒരു ബോട്ടിൽ ഹോൾഡറും ഈ സൈഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നേരെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാലിറ്റി മിററുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. 2 റീഡിംഗ് ലാമ്പുകൾ ഇവിടെ വരുന്നുണ്ട്. ഡ്രൈവർ സൈഡിൽ നമുക്ക് മിറർ വരുന്നില്ല. പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു ഹെഡ് റെസ്റ്റാണ് നമുക്ക് വരുന്നത്. പിന്നെ വളരെ ഭംഗിയായിട്ടുള്ള സീറ്റ്. ഇതിന് ഗംഭീരമായ തൈ സപ്പോർട്ടും നല്ല വിങ്സുകളൊക്കെ വരുന്നുണ്ട്. ഈ സീറ്റുകൾ നമുക്ക് അക്സസറീസ് നമ്മൾ അഡീഷൻ ചെയ്തതാണ്. നമുക്ക് ഡെൽറ്റയിൽ വരുന്നില്ല. ഫ്രണ്ട് ലുക്ക് ഗംഭീരമാണെന്ന് തന്നെ പറയാം. ഇപ്പോൾ ഈ സീറ്റ് ഞാൻ ഏറ്റവും ബാക്കിലേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്പേസ് എങ്ങനെയുണ്ട് ബാക്കിലത്തെ നോക്കാം. ഇപ്പോൾ ബാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ സ്പേസ് വരുന്നത്. ഏറ്റവും ബാക്കിലേക്ക് ബാക്ക് സീറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 5 ഇഞ്ചോളം ഗ്യാപ്പ് എനിക്ക് ഇവിടെ വരുന്നുണ്ട്. ഏറ്റവും പിന്നിലേക്ക് ഈ വാഹനം ഇട്ട് ഒരിക്കലും ഇത്രയും പിന്നിലേക്ക് ഇട്ട് ആരും വണ്ടി ഓടിക്കില്ല. അങ്ങനെ ഓടിച്ചാൽ പോലും ഇത്രയും സ്പേസാണ് നമുക്ക് വരുന്നത്. അത് തന്നെ സ്പേസിൻ്റെ കാര്യത്തിൽ വാഹനത്തിന് ഒരു കോംപ്രമൈസും കമ്പനി ചെയ്തിട്ടില്ല നമുക്ക് പറയാനായിട്ട് പറ്റും. 3 ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റൊക്കെ നമുക്ക് ബാക്കിൽ വരുന്നുണ്ട്. നമുക്കൊരു 3 പേർക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ ഇരിക്കാൻ പറ്റും. അതിനുള്ള സ്പേസ് ഉണ്ട്. വളരെ തൈ സപ്പോർട്ടായി കൂടിയ നല്ല സീറ്റുകളാണ് വാഹനത്തിന് വരുന്നത്. സെൻട്രലിൽ നമുക്ക് ആംറസ്റ്റ് വരുന്നില്ല, പക്ഷേ അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം ബാക്കും അടിപൊളിയാണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പം വാഹനത്തിൻ്റെ ലുക്ക് പോലെ തന്നെയാണോ വാഹനത്തിൻ്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം. ഇനിഷ്യൽ പിക്കപ്പൊക്കെ കുഴപ്പമില്ല, വളരെ നന്നായിട്ട് ഞാൻ കാല് കൊടുക്കുന്നുണ്ട്. പടാന്ന് വണ്ടി കയറുന്നുണ്ട്. വലിയ നോയ്സോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്നില്ല. പിന്നെ നമ്മളിപ്പോൾ ഓടിക്കുന്നത് തന്നെ നിങ്ങൾ കണ്ടു, അത്യാവശ്യം നല്ല കുഴിയും കട്ടറും ഒക്കെ ഉള്ള റോഡ് തന്നെയാണ്. അടിതട്ടലോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ വാഹനത്തിനില്ല. ഈ 170 mm ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞത് വളരെ ഗുണമാണെന്ന് തന്നെ നമുക്ക് പറയാം. വീണ്ടും ഗട്ടറാണ്. അത് നമുക്ക് അകത്തിരിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല. വളരെ കംഫർട്ടായിട്ട് തന്നെ നമുക്ക് ഓടിച്ച് പോകാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കാല് കൊടുക്കുകയാണ്. വണ്ടി കാല് കൊടുക്കുന്നതനുസരിച്ച് പറക്കുന്നുണ്ട്. വലിയ നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് വരുന്നില്ല. വളരെ ഏറ്റവും പ്രധാനം വെച്ചാൽ ഈ നല്ല ഗംഭീരമായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ സ്റ്റിയറിംഗ് വീലാണ് ഇതിന് വന്നിട്ടുള്ളത്. നല്ല സ്മൂത്താണ് സ്റ്റിയറിംഗ്. നല്ല അടിപൊളിയായിട്ടൊക്കെ നമുക്ക് ഓടിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ എന്ന് വെച്ചാൽ കൺട്രോൾസുകളെല്ലാം നമ്മുടെ ഈ കൈ അകലത്തിലാണ്. എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഭയങ്കര റിഫൈൻഡാണ് എഞ്ചിൻ. വളരെ സ്മൂത്താണ്. വളരെ ഈ പറഞ്ഞ വൈബ്രേഷനോ സൗണ്ടോ കാര്യങ്ങളോ ഒരു രീതിയിലുള്ള പുറത്തുള്ള നോയ്സോ നമുക്ക് വരുന്നില്ല. ഭയങ്കര സുഖമായിട്ട് നമുക്ക് ഓടിച്ചു പോകാനായിട്ട് പറ്റും. പിന്നെ നല്ല വിസിബിളാണ് നമ്മുടെ ഈ ഗ്ലാസ്സിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ. നമുക്ക് ഈ സ്റ്റിയറിങ് നമുക്ക് ടിൽറ്റബിൾ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മുടെ ഹൈറ്റിനനുസരിച്ച് കംഫർട്ടായിട്ടൊക്കെ നമുക്കിത് സെറ്റ് ചെയ്ത് നമുക്ക് ഓടിക്കാനായിട്ട് സാധിക്കും. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഇല്ലെങ്കിൽ പോലും
ആ ഒരു ബുദ്ധിമുട്ടില്ല. അത്യാവശ്യം തൈ സപ്പോർട്ടുള്ള സീറ്റ് തന്നെയാണ് വാഹനത്തിൽ വരുന്നത്. അപ്പോൾ നമുക്കറിയാം മാരുതി സുസുക്കിയുടെ എല്ലാ വാഹനങ്ങളുടെയും സീറ്റ് അടിപൊളിയാണ്. ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് പഴയതിൽ നിന്നും കുറച്ചേറെ ബലം ഫീൽ ചെയ്യുന്നുണ്ട്. പഴയ ബലനെ ഓടിക്കുന്ന സമയത്ത് ഇത്രയും നമുക്കൊരു വെയിറ്റ് ഫീൽ ചെയ്യത്തില്ലായിരുന്നു. ഇപ്പോൾ അത് കുറച്ചുകൂടെ ബലമുള്ളൊരു വാഹനത്തിൽ നിന്ന് ഓടിക്കുന്നൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നീട് സേഫ്റ്റിയുടെ ഭാഗം പറയാനാണെങ്കിൽ നമുക്ക് 6 എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, ESP സിസ്റ്റം വരുന്നുണ്ട്, ആക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ബലേനോ ലുക്ക് പോലെ തന്നെ വർക്കിലും ഗംഭീരമാണെന്ന് പറയാനായിട്ട് സാധിക്കും. വാഹനത്തിനൊരു റിവേഴ്സ് ക്യാമറയുടെ കൊടുക്കാമെന്ന് തോന്നുന്നുണ്ട്. കാരണം റിവേഴ്സൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് സെൻസർ മാത്രമേ ഉള്ളൂ, ക്യാമറ വരുന്നില്ല. പക്ഷേ അത് അസസറീസിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. എങ്കിലും കമ്പനി കൊടുത്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഈ വാഹനം നമുക്ക് വാല്യൂ ഫോർ മണിയാണെന്ന് പറയാനായിട്ട് പറ്റും. കാരണം അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ വാഹനത്തിന് വേറൊരു വെറൈറ്റി ഫീച്ചർ കാണിക്കാൻ പോവാണ്. നമ്മളിപ്പോൾ ഒരു ട്രാഫിക്കിലോ അല്ലെ എന്തെങ്കിലും എമർജൻസി കാര്യമായിട്ട് നമ്മളിപ്പോൾ ബ്രേക്ക് ചവിട്ടി ഞാനിപ്പോൾ ന്യൂട്രൽ ഇട്ടു, വണ്ടി ഓഫായി. ഇത് നമുക്ക് ഈ പറഞ്ഞ ട്രാഫിക്കിലൊക്കെ നമുക്കൊരു ഫ്യൂവൽ കുറച്ച് സേവ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനാണ്. പിന്നീട് ഞാൻ വീണ്ടും ക്ലച്ച് ചവിട്ടുകയാണ്. അപ്പോൾ വണ്ടി ഓണായി. ഇതൊരു അടിപൊളി ഫീച്ചറാണ്. അപ്പോൾ നമുക്ക് മൈലേജിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ഒന്ന് സേവ് ചെയ്യാൻ വേണ്ടി ചെയ്തൊരു സംഭവമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വാഹനത്തിൻ്റെ എല്ലാ വിശേഷങ്ങളും എല്ലാവരും കണ്ടു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബലേനോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വാഹനത്തിനെ പറ്റി പറയാനാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇന്ത്യൻ നിരത്തിൽ സുസുക്കിയെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. അതായത് എഞ്ചിനെ പറ്റിയും വാഹനത്തിൻ്റെ സർവീസിനെ പറ്റിയും റീസെയിലിനെ പറ്റിയൊക്കെ മറ്റൊരു വാഹനത്തിന് ഇന്നേ വരെ സുസുക്കിയുടെ മേളിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല. അത് വാഹനത്തിന് ഇത്രയും ക്വാളിറ്റിയുള്ള ആ ഒരു എഞ്ചിനും അതിൻ്റെ സർവീസും അതുപോലെ തന്നെ സ്പെയറിൻ്റെ വിലക്കുറവും എല്ലാം തന്നെയാണ്. അപ്പോൾ ഈ ബലേനോയെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് മൊത്തം 4 വേരിയൻറ്റിലാണ് വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. സിഗ്മ, ഈ വാഹനം ഡെൽറ്റ, സീറ്റ, ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം ആൽഫ. അങ്ങനെ 4 വേരിയൻറ്റിലാണ് വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. വാഹനത്തിൻ്റെ വില വരുന്ന സമയത്ത് 6,60,000 മുതൽ 9,80,000 വരെയാണ് വാഹനത്തിൻ്റെ എക്സ്ഷോറൂം വരുന്നത്. അപ്പോൾ ഡെൽറ്റയെ പറ്റി പറയാനാണെങ്കിൽ 7,58,000 രൂപയാണ് വാഹനത്തിൻ്റെ എക്സ്ഷോറൂം വരുന്നത്. ഇത്രയും ഫിറ്റിങ്സാണ് ഞാനിതിൽ കാണിച്ചുള്ളത് നിലവിൽ ഈ ഡെൽറ്റയിൽ വരുന്നത്. അതായത് ഒരു മിഡിൽ വേരിയൻ്റ് എന്നുള്ളൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത്രയും വലിയൊരു വാഹനം ഈ ഒരു ചെറിയ പ്രൈസ് റേഞ്ചിൽ കിട്ടും. കാരണം ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് അത് വിലയിൽ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ നമുക്കൊരു അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ഉള്ളൊരു വാഹനമാണ് വേണ്ടതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഡെൽറ്റ ചൂസ് ചെയ്യാം. ഈ കായംകുളം JDM ഓഡിറ്റോറിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള എൻ്റെ ഷോറൂമിൽ നിന്നാണ് നമുക്ക് ഈ വാഹനം റിവ്യൂ ചെയ്യാൻ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമായി താഴത്തെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇപ്പോൾ നിലവിൽ 65,000 വരെയുള്ള ക്യാഷ് ഡിസ്കൗണ്ട് ഈ വാഹനത്തിന് അവിടെ ലഭ്യമാണ്. നിലവിൽ ഇതിനു മുമ്പ് നമുക്ക് 7 നിറങ്ങളിൽ മാത്രമായിരുന്നു ബലേനോ ഉള്ളത്. ഇപ്പോൾ അത് 9 നിറങ്ങളിലാക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള കളർ എന്ന് പറയുന്നത് ഈ കാണുന്ന പേൾ മിഡ്നൈറ്റ് ബ്ലാക്ക് എന്ന് പറയുന്ന ഈ ഒരു കളറാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ സേഫ്റ്റിയെ പറ്റി പറയാനാണെങ്കിൽ 6 എയർ ബാഗാണ് ഈ വാഹനത്തിന് വരുന്നത്. അതേപോലെ തന്നെ ABS, EBD ഇങ്ങനെയുള്ള സകല സേഫ്റ്റി ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. അതേപോലെ സുസുക്കിയുടെ ഇപ്പോൾ വരുന്ന എല്ലാ വാഹനങ്ങളുടെയും ബോഡി വരുന്നത് ഹൈ ക്വാളിറ്റി സ്റ്റീലിൽ നിന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിപ്പോൾ ഈ വാഹനം ഓടിച്ചപ്പോഴും അതേപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഡോറുകൾ തുറക്കുമ്പോഴെല്ലാം നമുക്ക് ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യും. പഴയ ബലേനയിൽ നിന്ന് ആ ഒരു ക്വാളിറ്റി ഇല്ലായ്മ അല്ലെങ്കിൽ ആ ഒരു ബോഡി വെയിറ്റ് കുറവെന്നൊന്നും പ്രതീക്ഷ ആരും വരണ്ട. ഇത് ഇപ്പോൾ ഇറങ്ങിയ ഈ ഒരു ബലേന ഹൈ ക്വാളിറ്റിയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ മൈലേജിലായിക്കോട്ടെ, എഞ്ചിനിലായിക്കോട്ടെ, വാഹനത്തിൻ്റെ പെർഫോമൻസിലായിക്കോട്ടെ, ലുക്ക് വൈസ് ആയിക്കോട്ടെ, ബലേന ഒരു കംപ്ലീറ്റ് ഫാമിലി കാറാണെന്ന് പറയാനായിട്ട് സാധിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഉടൻ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.